നമസ്കാരം. ഇന്ധനം നിറയ്ക്കാനായി പെട്രോൾ പമ്പിലേക്ക് വാഹനവുമായി കയറുന്ന ഒട്ടുമിക്കവരുടെയും ശ്രദ്ധ റീഡിംഗ് മീറ്ററിലായിരിക്കും. എത്ര ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഡീസലാണ് വാഹനത്തിൽ നിറച്ചത്, കൂടാതെ എത്ര രൂപ ചെലവായി എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ സ്വന്തം വാഹനത്തിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിന്റെ ഗുണമേന്മ എത്രയാണെന്നും അത് വാഹനത്തെ അതിന്റെ പ്രവർത്തനക്ഷമതയെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. സാധാരണ പെട്രോൾ എന്ന് മുദ്രകുത്തിയ ഇന്ധനമാണ് വാഹനങ്ങളിൽ നിറയ്ക്കാറുള്ളത്. ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ വാഹനങ്ങളിൽ നിറയ്ക്കുന്നത് സാധാരണ പെട്രോൾ ആണെന്ന് കരുതുന്നുണ്ടെങ്കിലും ഇവയിൽ എത്തനോളിന്റെ അളവ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. സാധാരണ പെട്രോളിൽ 10% എത്തനോൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പമ്പുകളിൽ 20% എത്തനോൾ അടങ്ങിയ പെട്രോളാണ് വാഹനങ്ങളിൽ നിറയ്ക്കുന്നത്. ഈ ട്രെൻഡ് രാജ്യത്തൊട്ടാകെ വ്യാപിക്കുകയാണ്. 20% എത്തനോൾ അടങ്ങിയ പെട്രോൾ വാഹനത്തിന്റെ എഞ്ചിനെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം. ഇത് വാഹനങ്ങളുടെ ശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ E20ക്ക് അനുയോജ്യമായ തരത്തിലുള്ള എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2023 മുതൽ നിർമ്മിച്ച മോഡലുകൾ ഇത് അനുസരിച്ചായിരിക്കും. അതിനാൽ തന്നെ ഇപ്പോഴുള്ള പുതിയ വാഹനങ്ങൾക്ക് E20 അനുയോജ്യമായിരിക്കും. എന്നാൽ നിങ്ങളുടെ വാഹനം 2015 മുമ്പ് നിർമ്മിച്ചതാണെങ്കിൽ E20 അനുയോജ്യമായിരിക്കണമെന്നില്ല. ഇത്തരത്തിലുള്ള മിശ്രിതം വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാൻ കാരണമാകും. പെട്ടെന്ന് മാറ്റങ്ങളൊന്നും പ്രകടനമായില്ലെങ്കിലും കാലക്രമേണ വാഹനങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയവും ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും പറയുന്നതനുസരിച്ച് E20 ഇന്ധനം എല്ലാ പ്രധാന എഞ്ചിനുകളിലും പരീക്ഷിച്ച് വിജയിച്ചതാണെന്നാണ്. വലിയ പ്രതിഫലനമൊന്നും കാണിച്ചിട്ടൊന്നും തന്നെയില്ല. ഹോട്ട് ആൻഡ് കോൾഡ് സ്റ്റാർട്ടബിലിറ്റി പരിശോധനകളും E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. E20ക്ക് വേണ്ടി കാലിബ്രേറ്റ് ചെയ്ത എഞ്ചിനുകളിൽ മൈലേജ് 1 മുതൽ 2% വരെ കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പഴയ വാഹനങ്ങളിൽ ആ കുറവ് 3 മുതൽ 6% വരെയാകും. എന്നിരുന്നാലും മികച്ച എഞ്ചിൻ ട്യൂണിങ്ങിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2025-26 വർഷത്തിൽ 20% എത്തനോൾ മിശ്രിതം എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. വരും വർഷങ്ങളിൽ മിശ്രിതത്തിൽ 27% എത്തനോൾ ആക്കുന്നതിനുള്ള പദ്ധതിയും ഒരുക്കുന്നുണ്ട്. എത്തനോൾ കലർന്ന പെട്രോൾ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ, എത്തനോളിന്റെ അംശം കുറഞ്ഞ പെട്രോൾ വകഭേദങ്ങളുടെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് XP100 പെട്രോളിൽ 5 മുതൽ 10% വരെയായിരിക്കും എത്തനോൾ അടങ്ങിയിട്ടുണ്ടാവുക. ഇന്ത്യയിൽ ഏറ്റവും ശുദ്ധമായ പ്രീമിയം പെട്രോൾ ആണിത്. ഇതിന് ലിറ്ററിന് 150 മുതൽ 170 രൂപ വരെ വില വരും. എല്ലാ പമ്പുകളിലും ഇത് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് തന്നെ ഒരു തലവേദനയായി മാറും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.